അയൽ സംസ്ഥാനങ്ങളിലെ മദ്യവിലയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോഴുള്ള വ്യത്യാസം കാരണം നമ്മുടെ അതിർത്തി പങ്കെടുക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് നമ്മുടെ അതിർത്തി ജില്ലകളിൽ നിന്ന് ധാരാളം ആളുകൾ പോയി മദ്യം വാങ്ങി കൊണ്ടുവരികയാണ്. മാതൃഭൂമി നടത്തിയ ഒരു പഠനത്തിൽ തന്നെ ഇത് തെളിഞ്ഞിട്ടുള്ളതാണ്. സർ, മാത്രവുമല്ല ഈ അടുത്ത കാലത്ത് ഡിസ്കൗണ്ട് സെയിൽ വരെ നമുക്ക് നടത്തേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ നമ്മുടെ നികുതി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് അയൽ സംസ്ഥാനങ്ങളുടെ വിലയും കൂടി കണക്കിലെടുത്തുകൊണ്ട് നികുതി ഡിസൈൻ ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും അതുവഴി നമുക്ക് നികുതി വരുമാനം കൂട്ടുവാനും സെയിൽസും നികുതി വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനും കഴിയും എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനുള്ള നടപടി സ്വീകരിക്കും മിനിസ്റ്റർ? സാർ, ഈ മദ്യത്തിൻ്റെ നികുതിയുടെ കാര്യത്തിൽ വാസ്തവത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു വ്യത്യാസവും ടാക്സിൻ്റെ റേറ്റ് വരുത്തിയിട്ടില്ല. വാസ്തവത്തിൽ വില വർദ്ധിക്കാത്ത ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയാം. അത് റേഷൻ എന്നാലേ കൊടുക്കേണ്ടതുകൊണ്ടല്ല, ഇവിടെ ഈ പറഞ്ഞതുപോലെ നികുതിയുടെ കാര്യത്തിനകത്ത് കൂടുതൽ വ്യത്യാസം വരണ്ട എന്ന് കരുതിയിട്ടാണ് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട്. എന്നാൽ തൊട്ടടുത്ത സ്റ്റേറ്റുകൾ ഈ സമയത്ത് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കണക്കുകളുണ്ട്. കർണാടക ഈ അടുത്തിടയ്ക്ക് വർദ്ധിപ്പിച്ചു, തമിഴ്നാട്ടിലുണ്ട്. അവിടെ നമ്മളെടുക്കുന്നൊരു സമീപനവും അവരുടെ സമീപനവും തമ്മിൽ വ്യത്യസ്തമായ രീതികളുണ്ടാവും. പക്ഷേ നമ്മൾ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. സാർ, ഇവിടെ പറഞ്ഞു ഈ ഡിസ്കൗണ്ട് സെയിലൊന്നും അങ്ങനെ ബിവറേജിൻ്റെ അല്ല. ഏതോ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് നിർത്തിയപ്പോൾ അവരുടെ ഉൽപ്പന്നം വിറ്റു എന്നൊരു വാർത്ത ഞാനും കണ്ടു. ഒരു പ്രൊഡക്റ്റ് ആ കമ്പനിയുടെ പ്രൊഡക്റ്റോ ആ ഉൽപ്പന്നമോ ആകെ നിർത്തിയപ്പോഴാണ്. അല്ലാതെ അങ്ങനെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ കാര്യമില്ല. നമ്മൾ ഇപ്പോൾ കേരളത്തിനകത്ത് കമ്പാരറ്റീവായിട്ട് വില വർദ്ധിക്കാത്ത സ്ഥിതിയുണ്ട്. എന്നാൽ ഉത്തരവാദിത്തത്തോടു ഈ കാര്യം കൊടുക്കുന്നുണ്ട്. സാധനങ്ങൾ ഉത്തരവാദിത്തമുള്ള ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മദ്യനയം സംബന്ധിച്ചുള്ള പോളിസി, അതിൻ്റെ പ്രൈസിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും അപാകതയുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. തൊട്ടടുത്ത അതിർത്തിയിലുള്ളപ്പോൾ അപ്പുറത്തോട്ട് പോയിട്ട് ആളുകൾ ചിലപ്പോൾ മദ്യപിക്കും. കാരണം പോണ്ടിച്ചേരി സ്റ്റേറ്റിൻ്റെ മദ്യത്തിൻ്റെ വിലയിലേക്ക് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല മാഹിയിൽ. അപ്പോൾ അത്തരം ചില കാര്യങ്ങളുണ്ടാവും. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും, അല്ലാതുള്ള കാര്യങ്ങളില്ല.